ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 34-ാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച, ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അന്ത്യവിധിയെക്കുറിച്ചുള്ള സുവിശേഷ ഭാഗത്തിന്റെ ഒരു ഭാഗമാണിത്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു ഉപമ അവൻ അവരോട് പറഞ്ഞു, അത്തിമരത്തെ മറ്റു മരങ്ങളെ നിരീക്ഷിക്കുക. അവ തളിർക്കുന്നത് കാണുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുമെന്ന് നിങ്ങൾ അറിയുന്നു. അതുപോലെ ഇവ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് മനസ്സിലാക്കിക്കൊള്ളുകയും. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഈ ആകാശത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, കടലിലുണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുക പറഞ്ഞൊരു അപ്പോക്കലിപ്റ്റിക് സാഹിത്യ ശൈലിയിൽ പറഞ്ഞു വരികയാണ് കാര്യങ്ങൾ. എന്നിട്ട് ഈശോ പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാ സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല. 32-ാമത്തെ വാക്യം. 33-ാമത്തെ വാക്യം പറയുന്നതിനാണ്, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ കടന്നു പോവുകയില്ല, അതിങ്ങനെ നിലനിൽക്കും. അവസാനം വരെ നിലനിൽക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ തലമുറ നിലനിൽക്കും. രണ്ട്, എൻ്റെ വചനം നിലനിൽക്കും. ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക. നമ്മള് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലായിട്ട് ആ ഈശോ പറയുന്ന ഒരു ചരിത്രപരമായ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ആ സംഭവം വായിക്കുകയാണെങ്കിൽ, ഈശോ ഇത് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 30 AD ഈശോ പറയുന്നത്. ഏതാണ്ട് ഒരു 40 വർഷം കൂടെ കഴിഞ്ഞാൽ സംഭവിക്കാനിരിക്കുന്ന ഒരു 70 AD ഒക്കെ ആകുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന ഒരു ജെറുസലേമിന്റെ ടോട്ടൽ ഡിസ്ട്രക്ഷൻ, ആ സമ്പൂർണ്ണ നാശം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ള റോമൻ അധിനിവേശവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്ര സംഭവം നടക്കാനിരിക്കുക. അപ്പൊ അത് നടക്കുമ്പോഴത്തേക്ക് ഈശോയുടെ ഒപ്പം ഇരിക്കുന്ന ആ തലമുറ, ഒപ്പം ഉള്ള തലമുറ കടന്നു പോകത്തില്ല, അവർ കാണും ഇത് എന്ന് പറയുന്ന ഒരു ചരിത്രപരമായ ഒരു കാര്യമുണ്ട്. ഈ തലമുറ കടന്നു പോകുന്നതിന് മുമ്പ് ഇവിടെ നാശം സംഭവിക്കാൻ പോവുക എന്ന് ഈശോ പറഞ്ഞിരിക്കുന്ന ആ കോണ്ടെക്സ്റ്റിലായിട്ടൊരു സംഭവമുണ്ട്. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഈ തലമുറ, ജനറേഷൻ, ജിനിയെ എന്നൊക്കെ ആ ഗ്രീക്ക് റൂട്ട് വേർഡിന് ഒരു അർത്ഥമുള്ളത് ഈ തലമുറ എന്ന് പറയുന്നത് അർത്ഥം മാത്രമല്ല, ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർ എന്ന് പറയപ്പെടുന്നത് മാത്രമല്ല, അതിനൊപ്പം ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വംശം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വംശം കടന്നു പോവുകയില്ല, അങ്ങനെ അർത്ഥം കൂടി ഞാനുണ്ട്. ഈ വംശം കടന്നു പോവുകയില്ല. നമ്മൾ ഓർക്കണം, യോഹന്നാന്റെ സുവിശേഷം അവസാനിക്കാറാകുമ്പോഴത്തേക്ക് പത്രോസിന്റെ മരണത്തെ കുറിച്ച് ഈശോ പറഞ്ഞു കഴിയുമ്പോൾ യോഹന്നാന്റെ മരണത്തെ കുറിച്ച് പത്രോസ് ചോദിക്കുന്നുണ്ട്, ഇവന്റെ കാര്യം എന്തായിരിക്കും? അപ്പോൾ ഈശോ തിരിച്ച് പത്രോസിനോട് പറയുന്ന വാക്യമുണ്ട്, ഞാൻ വരുന്നത് വരെ ഇവൻ ഉണ്ടായിരിക്കണമെന്നതാണ് എൻ്റെ ഇഷ്ടമെങ്കിൽ അതിന് നിനക്കെന്ത് ഈശോ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് ശേഷം യോഹന്നാൻ പറഞ്ഞു വയ്ക്കുകയാണ്, ഇവൻ മരിക്കുകയില്ലെന്നൊരു വാർത്ത ആ നാട്ടിൽ അതിന്റെ പേരിൽ പരന്നിട്ടുണ്ട്. യോഹന്നാൻ മരിക്കത്തില്ലെന്നുള്ളൊരു വാർത്ത. പക്ഷെ യോഹന്നാൻ മരിക്കത്തില്ലെന്നല്ല, യോഹന്നാൻ മരിച്ചു. പക്ഷെ എന്താണ്, യോഹന്നാന്റെ ചൈതന്യം സ്നേഹചൈതന്യമാണ്. യോഹന്നാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്നേഹത്തെ കുറിച്ചാണ്, ദൈവം സ്നേഹമാണെന്ന്. അപ്പൊ ഈ സ്നേഹചൈതന്യമുള്ള ആളുകൾ ലോകാവസാനം വരെ ഉണ്ടായിരിക്കും. ആ വംശം നിലനിൽക്കും. ആ വ്യക്തി, യോഹന്നാൻ എന്ന ആ ഒറ്റ വ്യക്തിയല്ല, ആ വ്യക്തി റിപ്പീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതുപോലുള്ള ആളുകൾ ഇനി വന്നുകൊണ്ടിരിക്കും. അതാണ് അതിനർത്ഥം. നമ്മൾ ഒരു പ്രധാന അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഈ തലമുറ നിലനിൽക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വംശം നിലനിൽക്കും എന്ന് പറയുക. എന്താണ് ഈ വംശം? ക്രിസ്തുവിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവന്റെ വംശം അത് നിലനിൽക്കും എന്നുള്ളതാണ്. അടുത്ത വരിയിൽ 33-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആകാശവും ഭൂമിയും കടന്നുപോയാൽ എൻ്റെ വാക്കുകൾ നിലനിൽക്കുമെന്നാണ്. വാക്കുകൾ കടന്നു പോവുകയില്ല. എൻ്റെ വചനം നിലനിൽക്കും, എൻ്റെ വചനം പാലിക്കുന്നവരെ നിലനിൽക്കും. അതായത് എൻ്റെ വചനം പാലിക്കുന്നവരുടെ വംശം ഉണ്ടായിരിക്കും. ഇതിനൊരു വേറൊരു സെൻസിലേക്ക് ചിലർ പറയുന്നുണ്ട്, ഈശോ ഇത് പറയുന്നത് യഹൂദരോടാണ്. ഇപ്പൊ ആ ചോസൺ പീപ്പിൾ, തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്നൊക്കെ പറയുന്ന യഹൂദ വംശം ആ അവസാന കാലം വരെ നിലനിൽക്കും എന്ന് പറയുന്നൊരു സെൻസിൽ പറയുന്നവരും ഉണ്ട്. പക്ഷെ അതല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന, വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു വംശം അവസാനം വരെ നിലനിൽക്കും, കടന്നുപോവുകയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. യോഹന്നാൻ 2:17 നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ കടന്നുപോകത്തില്ല എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അതിങ്ങനെയാണ്, ലോകവും അതിന്റെ മോഹങ്ങളും കടന്നുപോകും, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ കടന്നുപോവുകയില്ല, എന്നേക്കും നിലനിൽക്കും എന്നൊരു വാക്യം നമ്മൾ 1 2:17 വായിക്കുന്നുണ്ട്. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. അപ്പൊ ആ ദൈവഹിതം പ്രവർത്തിക്കുന്നവന്റെ, വചനമനുസരിച്ച് ജീവിക്കുന്നവന്റെ, ക്രിസ്തുവിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവരുടെ വംശം കടന്നു പോകത്തില്ല. വചനം കടന്നു പോകാത്ത പോലെ വംശവും കടന്നു പോകത്തില്ല. വചനവും വംശവും നിലനിൽക്കും. അതാണ് സൂചിപ്പിക്കുന്നത്. ആ വംശത്തിൽ നമ്മൾ പെടുന്നുണ്ടോ?
ആ വംശത്തിൽപ്പെട്ട ഒരാളാണ് നമ്മൾ. ഈ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന വംശം, ഈ തലമുറ, അതിൽ ഒരാളായി നമ്മൾ മാറണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മൾ കടന്നു പോകും, പക്ഷെ ഈ വംശം നിലനിൽക്കും ലോകാവസാനത്തോളം. നമ്മൾ കൈമാറുന്ന ബാറ്റൺ കൈമാറുന്ന പോലെ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നു. നമ്മൾക്ക് ശേഷം വരുന്ന കുറച്ച് മനുഷ്യർ ഇതുപോലെ തന്നെ ക്രിസ്തു സ്നേഹത്തിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു, ക്രിസ്തുവിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നു, അവരുടെ വംശം നിലനിൽക്കുന്നു. അവർക്ക് ശേഷം അടുത്ത തലമുറയിലേക്ക് അപ്പൊ ആ വംശം നിലനിൽക്കും. അങ്ങനെ ഈ ഒരു ടോട്ടാലിറ്റിയിൽ ആ ഒരു ലോകാവസാനം വരെ, ക്രിസ്തുവിന്റെ രണ്ടാം വരെ നിലനിൽക്കാൻ പോകുന്ന ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുന്നവന്റെ വംശം, ആ തലമുറ നിലനിൽക്കും എന്നാണ് വചനം ഉദ്ദേശിക്കുന്നത്. അതായത് ക്രിസ്തുവിന്റെ വംശവും ക്രിസ്തുവിന്റെ വചനവും കടന്നു പോകത്തില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ സംഭവിച്ചാലും. അപ്പോൾ ഈ ഒരു മുള്ള ജെറുസലേമിന്റെ നാശം എന്ന് പറയുന്ന സംഭവം നടന്നു, ആ തലമുറയിൽ നടന്നു. പക്ഷെ അവിടുന്ന് സ്പ്രെഡ് ചെയ്ത, അവിടുന്ന് ലോകം മുഴുവനിലേക്ക് വ്യാപിച്ച അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെ ആ ക്രിസ്തു വംശം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അതിലൊരു അംഗമായി മാറാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.